ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെമിനാരിയുടെ മാനേജർ ഇൻചാർജായി ഇരിക്കുന്ന ഏറ്റവും വന്ദനായ എൽദോ അച്ഛൻ, അസിസ്റ്റന്റ് മാനേജർ ഏറ്റവും വന്ദനായ മാത്തുക്കുട്ടി അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച പകൽക്കാലം ഈ പരിശുദ്ധമായ ആലയത്തിൽ കൂടി വരുവാൻ ദൈവം നമുക്ക് മുഖാന്തരം ഒരുക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മളിന്ന് ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. 1 കോരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതിൻ്റെ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രിയമുള്ളവരെ, പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഒരു വാഗ്മയ ചിത്രം ഈ ദൈവവചനത്തിൽ പൗലോസ്ലീഹ കോറിയിടുന്നുണ്ട്. നമ്മുടെ ആത്മീയതയെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ വേദഭാഗങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിലൊരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: തായ്ലൻഡ് പട്ടണത്തിൽ അതിബൃഹത്തായ ഒരു ബുദ്ധവിഹാരം, അത് നൂറ്റാണ്ടുകളായി പറഞ്ഞു വരുന്നത് ഒരു ബുദ്ധ പ്രതിമ, അതൊരു മൺപ്രതിമയാണ്, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയാണ് എന്ന് തലമുറകളായി ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അങ്ങനെ ഈ ബുദ്ധവിഹാരത്തിൽ ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗത്തുകൂടി കടന്നു പോകുന്ന റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ആ ബുദ്ധ പ്രതിമ അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ട ഒരു സാഹചര്യം കടന്നു വരികയാണ്. അവിടെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ ബുദ്ധ പ്രതിമ ഇളക്കി മാറ്റി വലിയ ക്രെയിനിൽ കയറ്റി അതിങ്ങനെ മുൻപോട്ട് പോകുകയാണ്. പോകുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, ഇതല്പം പോലും പൊടിയരുത്, കേടുപാടുകൾ സംഭവിക്കരുത്, സർക്കാരിൻ്റെ ഓർഡറാണ്, അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബുദ്ധവിഹാരം പണിത് ഈ ബുദ്ധ പ്രതിമ അങ്ങോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവർ പോകുന്ന വഴി വളരെ തിരക്കേറിയ വഴിയായതുകൊണ്ട് വളരെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായി. ഈ ബുദ്ധ പ്രതിമ പോകുന്ന വഴി വളരെ കൺജസ്റ്റഡായി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറി, കാർമേഘങ്ങൾ തടിച്ചുകൂടി. പെട്ടെന്ന് അവിടെ മഴ പെയ്യുകയാണ്. ആർത്തിരമ്പുന്ന മഴയിൽ മഴത്തുള്ളികൾ ഓരോന്നോരോന്നായി ഈ ബുദ്ധ പ്രതിമയിലേക്ക് വീഴുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൽ പറ്റിയിരിക്കുന്ന മണ്ണും ചെളിയും എല്ലാം കഴുകി വെടിപ്പാക്കപ്പെടുകയാണ്. ഏതാനും സമയങ്ങൾ കഴിയുമ്പോൾ കാലാവസ്ഥയ്ക്ക് വീണ്ടും ഒരു മാറ്റം ഉണ്ടാകുകയാണ്. കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞുപോയ സൂര്യൻ വീണ്ടും ഉദിക്കുന്നു, വീണ്ടും സൂര്യൻ പ്രകാശിക്കുന്നു. സൂര്യൻ്റെ കിരണങ്ങൾ ഈ പ്രതിമയിലേക്ക് തട്ടിയപ്പോൾ മുമ്പളത്തെക്കാളും കുറച്ച് ശോഭയോടെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതിമയായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടെ തടിച്ചുകൂടിയ ആളുകൾ അവിടെ അതിൻ്റെ പിന്നിലുണ്ടായ സംഭവങ്ങൾ അവർ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബർമയിലെ രാജാവ് തായ്ലൻഡ് പട്ടണം പിടിച്ചെടുക്കുവാനായി കടന്നു വന്നപ്പോൾ 25,000 കിലോഗ്രാം വെയിറ്റുള്ള ഒരു സ്വർണ്ണ ബുദ്ധ പ്രതിമ, അത് രാജാവ് അടിച്ചുകൊണ്ട് പോകാതെ, മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ തക്കവണ്ണം അവിടെയുള്ള പഴമക്കാർ എന്ത് ചെയ്തു? ചെളി വാരി പുരട്ടി ഈ പ്രതിമയിൽ. എന്നിട്ട് തലമുറകളോട് പറഞ്ഞു, ഇത് ഒരു മൺപ്രതിമയാണ്. അങ്ങനെ തലമുറകളോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇതൊരു മൺപ്രതിമയായി മാറ്റപ്പെട്ടു സംസാരത്തിലൂടെ, സംഭാഷണത്തിലൂടെ. എന്നാൽ ഇതാ പെയ്തിറങ്ങിയ മഴയിൽ അതിൻ്റെ ചെളിയും കറയും മണ്ണും മാലിന്യവും നീക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്ന ആ സ്വർണ്ണ പ്രതിമ വെട്ടിത്തിളങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ദൈവം നമ്മളിൽ പെയ്തിറങ്ങണം. ദൈവം നമ്മളിൽ പെയ്തിറങ്ങണം. അത് വചനമായി, ആത്മാവായി, കൃപയായി, വിശുദ്ധിയായി, രൂപാന്തരത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മളെ നയിക്കപ്പെടണം. നമ്മളിൽ മാലിന്യങ്ങൾ പറ്റിയിട്ടുണ്ട്, ചെളികളേറെ സംഭവിച്ചിട്ടുണ്ട്, പാപത്തിൻ്റെ കറയിൽ നാം വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഈ അകത്തളങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ഈ പരിശുദ്ധ കബറിടത്തോട് ചേർന്നിരിക്കുമ്പോൾ നാം ദൈവത്തോട് ഒന്ന് മാത്രം പ്രാർത്ഥിക്കുക: ദൈവമേ,
അവിടുന്ന് സമൃദ്ധിയായി വചനമഴയായി എന്നിൽ പെയ്തിറങ്ങണമേ. എൻ്റെ മാലിന്യങ്ങളെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, പൗരസ്ത്യ ആധ്യാത്മികതയുടെ അന്ധകാരയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമേ. ജീവിക്കുന്ന യേശുവിനെ ഒന്ന് കാണുവാൻ എനിക്കൊരു മനസ്സൊരുക്കം തരണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇതാണ് അതിൻ്റെ ആമുഖവാക്യങ്ങൾ. ആ വാക്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പൗരസ്ത്യ ആധ്യാത്മികതയുടെ ആത്മീയ രഹസ്യങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം. അവിടെ വായിക്കുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവർ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു. ഇന്നേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്കാണെന്ത്? സ്നാനം എന്നുള്ള വാക്ക്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗ്രീക്കിലാണ്. ഗ്രീക്കില് ഈ സ്നാനം എന്ന് പറയുന്ന പദത്തിന് ബാപ്റ്റിസ്മ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ബാപ്റ്റിസം എന്ന് പറയുന്ന പദം ഉണ്ടായത്. നമ്മൾ ആരാണ്? നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്, അല്ലേ? നമ്മൾ സത്യക്രിസ്ത്യാനികളാണ്, സുറിയാനി ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഈ സ്നാനം, ബാപ്റ്റിസം എന്ന പദത്തിന് സുറിയാനിയിൽ എന്തോ പറയും? മാമോദീസ എന്ന് പറയും. പക്ഷെ നമ്മുടെ പല ആളുകൾക്കും അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ആഴവും മർമ്മവും ഒന്നും പലപ്പോഴും അറിയുകയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിലെ ബലൂണിൻ്റെ കാറ്റടിച്ച് വിട്ട ഒരനുഭവമാണ്, അങ്ങ് ചൂളിപ്പോകുകയാണ്. ഇവിടെ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അവർ സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും കടന്നുപോയി, അവർ സ്നാനമേറ്റു, അവർ മോശയോട് ചേർന്നു. ഇത് പഴയ നിയമത്തിലെ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മളെല്ലാവരും സ്നാനമേറ്റവരാണ്, മാമോദീസ ഏറ്റവരാണ്, കർത്താവിൽ വീണ്ടും ജനിച്ചവരാണ്. ഈ ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഒന്നാമതായി ഞാൻ ആരാണെന്നുള്ളൊരു അവബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരു ഐഡന്റിറ്റി, ഒരു സ്വത്വബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ ഏറ്റ മാമോദീസ വെള്ളത്തിൻ്റെ, നമ്മുടെ ദേഹത്ത് വീണ മാമോദീസ വെള്ളത്തിൻ്റെ അർത്ഥവും ആഴവും അതിൻ്റെ മർമ്മങ്ങളും എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അവിടെ പറയുന്നു, മേഘത്തിൽ സ്നാനമേറ്റു, സമുദ്രത്തിൽ സ്നാനമേറ്റു. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? മേഘം എന്ന് പറയുന്നത് ദൈവ തേജസ്സിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ കുറിക്കുവാൻ, ദൈവ തേജസ്സിനെ കുറിക്കുവാൻ, ദൈവിക കൃപകളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്ത്? മേഘം എന്ന് പറയുന്ന പദം. അതുകൊണ്ട് നമ്മൾ ആത്മാവിലും വെള്ളത്തിലും സ്നാനമേറ്റവരാണ്, മാമോദീസ ഏറ്റവരാണ്. അതിൻ്റെ പവിത്രതയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ അവർ ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്, പുതിയ നിയമസഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മാമോദീസ ഏറ്റ് നമ്മൾ ആരോട് ചേരുന്നു? യേശു ക്രിസ്തുവിനോട് ചേരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ഒട്ടിച്ചേർക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മളെപ്പറ്റി ഈ വചനം പറയുമ്പോൾ നമ്മൾ ആരോട് ചേർന്നു? യേശു ക്രിസ്തുവിൽ ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്രിസ്തു ബന്ധിതമായ ഒരു ജീവിതം നയിക്കേണ്ടവരാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ നമ്മളൊരു വേറൊരു ചിന്ത കൂടി അവിടെ ഉണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെയും മോശയും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഈ വേദഭാഗത്തുണ്ട്. നമ്മളപ്പോൾ ചിന്തിക്കും, യേശു ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുവാൻ പകരക്കാരനായി മറ്റാരുമില്ല ഈ ലോകത്തിൽ, നമുക്കറിയാവുന്നതാണ്. പക്ഷെ എങ്കിലും പൗലോസ്ലീഹ ഒരു താരതമ്യ പഠനം ഇവിടെ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിനെയും മോശയെയും ഒരു തുലാസിന്റെ തട്ടിൽ വെച്ച് പൗലോസ്ലീഹ ഇങ്ങനെ ചില വിവരണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? നമുക്കറിയാം, മർത്തമറി സമായത്തിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് A+ ഒക്കെ കിട്ടി ഒക്കെ എന്നെ കേൾക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ വർഷം എബ്രായ ലേഖനത്തിൽ നിന്നാണ് പരീക്ഷ എഴുതിയത്, അല്ലേ? എബ്രായ ലേഖനം 3-ാം അധ്യായം
അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ യേശുവിനെയും മോശയും തമ്മിൽ ഒരു കമ്പാരിറ്റീവ്, ഒരു താരതമ്യ പഠനം പൗലോസ്ലീഹ അവിടെ നടത്തുന്നുണ്ട്. അവിടെ പറയുന്നു എന്തുകൊണ്ട് യേശുവിനെയും മോശയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. എബ്രായ ലേഖനം 3:2 അവിടെ പറയുന്നു, ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. യേശുവും ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? യേശുവും ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ മോശയും ദൈവഭവനത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. അപ്പൊ നമ്മളൊരു പാഠം പഠിക്കണം അവിടെ. എന്താണ് ആ പാഠം? നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തതയുടെ ഒരു തലത്തിൽ നിൽക്കുവാൻ, ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെയും ഒക്കെ നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ കൃതാർത്ഥമാകുകയാണ്, ധന്യമാകുകയാണ്. ദൈവം സന്തോഷിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടുകയാണ്. ഇവിടെ അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. അവർ ഒരേ ആത്മീയ ആകാരം, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നമുക്കറിയാം, മാമോദീസ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ തരുന്നേ? വിശുദ്ധ കുർബാന. കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം. ഇവിടെ ഇതാ പരിശുദ്ധ മാമോദീസായിലൂടെ എനിക്ക് നിങ്ങൾക്കും ഒരേ ആത്മീയ ആകാരം, ഒരേ ആത്മീയ പാനീയം. യേശു ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാവർക്കും അവിടെ വ്യതിരക്തതകളില്ല, അവിടെ കക്ഷിഭേദമില്ല, അവിടെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഗാത്രങ്ങളുടെ അംശികളാകുന്ന ഞാൻ നിങ്ങളും ഒരേ അപ്പത്തിൻ്റെ അംശികളായി കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരങ്ങൾ അനുഭവിച്ച് സഭയുടെ ഭാഗമായി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് താഴോട്ട് പഠിക്കുമ്പോഴാണ് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മൾ മാമോദീസ ഏറ്റതും മോറോൻ അഭിഷേകം പ്രാപിച്ചതും കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചതും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ പറയുന്നുണ്ട്, ദൈവപ്രസാദത്തിന് വേണ്ടിയായിരുന്നു. അല്ലേ? നമ്മൾ ഇന്ന് ഈ കബറിങ്കലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാനസിക നില അളക്കുവാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, അത് എനിക്ക് പറ്റുകയില്ല. ആർക്കറിയാം? സ്വർഗത്തിലെ അപ്പനറിയാം. നൊമ്പരപ്പെട്ടുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, കണ്ണുനീരിന്റെ അനുഭവത്തില്, കഷ്ടതയുടെ തീച്ചുളയില് വെന്ത് എരിഞ്ഞ് ഇങ്ങനെ നെരിപ്പോടിന് സമാനമായ ഹൃദയവുമായി കടന്നു വന്നിരിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്നവര്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൽ നാം പഠിക്കുന്നു, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്, നാം ദൈവത്തെ ആരാധിക്കുന്നത്, സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാ? നമ്മുടെ ആചാര അനുഷ്ഠാന നിഷ്ഠകളെല്ലാം എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ വരപ്രസാദത്തിന് വേണ്ടിയാ. പക്ഷെ ഇവിടെ പൗലോസ്ലീഹ പറയുക, അവരിൽ മിക്ക പേരിലും ആര് പ്രസാദിച്ചില്ല? ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? നമ്മുടെ ആരാധനകൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ ആത്മീയ നിഷ്ഠകൾ ദൈവം പ്രസാദിക്കാതിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതാണ് ഈ പകൽക്കാലം നാം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അവിടെ അതിൻ്റെ 6-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്കൊരു ഉദാഹരണമാണ്, ഒരു ദൃഷ്ടാന്തമാണ്, നമുക്കിതൊരു പാഠമാണ്. ഞാൻ എത്രയോ നാളുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, എത്രയോ നാളുകൊണ്ട് ഈ ഖബറിടത്തിലേക്ക് കടന്നു വരുന്നു, എത്രയോ നാളുകൊണ്ട് ബുധനും വെള്ളിയും സഭയുടെ കാനോനിക നോമ്പുകളെല്ലാം ഞാൻ എടുക്കുന്നു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് ആരെങ്കിലും പരിഭവപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ദൈവത്തോട് കലഹിക്കുന്നുവെങ്കിൽ, ഒന്നാമതായിട്ട് ദൈവവചനം നമ്മോട് പൗലോസ്ലീഹായിലൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. 6-ാമത്തെ വാക്യം എന്താണ്? അവർ മോഹിച്ചതുപോലെ നാമും, കണ്ട വാക്യം, നാമും ദുർമോഹികളാകരുത്. അപ്പൊ ദൈവം നമ്മളിൽ പ്രസാദിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ എന്തുണ്ട്? ദുർമോഹങ്ങളുണ്ട്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്, നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. പക്ഷേ വചനം പറയുക, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലതേ, പക്ഷേ ദുരാഗ്രഹങ്ങളായിട്ട് മാറരുത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാ, പക്ഷേ അത്യാഗ്രഹങ്ങളായിട്ട് മാറരുത്.
നമ്മുടെ മോഹങ്ങളൊക്കെ നല്ലതാ, പക്ഷെ അത് ദുർമോഹങ്ങളായിട്ട് മാറരുത് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ 1-ാം അധ്യായം പഠിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-15 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് വായിക്കാം. യാക്കോബ് ശ്ലീഹ 1:14-15. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. ഇത് ദൈവവചനമാണ് നാം കേട്ടത്. എന്താണ്? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലാണ്. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഈ ബലിപീഠത്തിന്റെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ പരിശുദ്ധ കബറിടത്തിലേക്ക് ചേർന്ന് വരുന്ന ഈ നിമിഷം നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കണം. നമ്മുടെ ഒത്തിരി മോഹങ്ങളുണ്ടല്ലോ, ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലോ. അതിൻ്റെ എവിടെയെങ്കിലും ദുർമോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? എൻ്റെ മോഹങ്ങൾ പാപസാധ്യതകളിലേക്ക് വീണു പോകുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണം. 2 മാസത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. വളരെ കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ്റെ അമ്മ ദീർഘനാളുകൾ രോഗിയായി കിടപ്പിലായിരുന്നു. അവൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനി, ഒരു ഉത്തരവാദിത്വമില്ല. 2 പെൺമക്കളും ഒരു മകനും. ഇവന്റെ മൂത്ത രണ്ട് സഹോദരിമാർ. ഇവൻ ദീർഘനാളുകൾ ഗൾഫിന്റെ പ്രദേശത്ത്, അവൻ 5-6 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് അമ്മയെ ശുശ്രൂഷിക്കുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മൂത്ത സഹോദരി അമ്മയെ ശുശ്രൂഷിക്കുവാൻ തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ തറവാട്ടിലേക്ക് കടന്നു വന്ന് അങ്ങനെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മരണപ്പെട്ടു. പക്ഷെ ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ, ഈ മകന് അമ്മയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. കാരണം വിസയുടെ എന്തോ പ്രോബ്ലമായി അദ്ദേഹം അല്പം പ്രയാസത്തിലായിരുന്നു. എന്നാൽ അങ്ങനെ ഇരുന്ന് ആ പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ മൂത്ത സഹോദരി വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ മരണത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം പിതാവും മരണപ്പെട്ടു. പിതാവിൻ്റെ മരണകാല സമയത്ത് ഈ മകൻ നാട്ടിലേക്ക് കടന്നു വന്നു. അവൻ സംസ്കാര ശുശ്രൂഷയൊക്കെ നിർവഹിച്ചു. അപ്പൻ്റെ എല്ലാ സഭയുടെ നിഷ്ഠയനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. 40-ാം അടിയന്തരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന് വയസ്സ് 32 കഴിഞ്ഞു. വിവാഹാലോചനകളൊക്കെ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, തൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചു. അങ്ങനെ വീടിന് ചുറ്റും വേലിയൊക്കെ, മുള്ളുവേലിയൊക്കെ കെട്ടി. അങ്ങനെ തൻ്റെ വീടിൻ്റെ ആധാരം അത് പരിശോധിക്കുവാനായിട്ട് അത് ചെല്ലുമ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോൾ സഹോദരിമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീടിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ മൂത്ത സഹോദരി ഈ സഹോദരനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനല്ലേ അപ്പനെയും അമ്മയും നോക്കിയത്. അമ്മയുടെ കാലശേഷം അപ്പൻ എൻ്റെ പേർക്ക് ഈ 24 സെന്റ് വസ്തുവും ഈ വീടും എൻ്റെ പേർക്ക് എഴുതി വെച്ചു. പ്രിയമുള്ളവരെ, അപ്പൻ്റെ മദ്യപാനത്തെ മൂത്ത മകൾ വല്ലാണ്ട് അങ്ങ് ചൂഷണം ചെയ്തു. ഈ 1 തുണ്ടി ഭൂമി പോലും ഈ സഹോദരന്റെ പേർക്കില്ല. അപ്പൻ്റെ മദ്യപാനത്തെ ഈ സഹോദരി വല്ലാണ്ട് അങ്ങ് ചൂഷണം ചെയ്തു. കൊച്ചൻ പറയുക, അച്ഛാ, എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല, എന്നാലും മാസം തോറും 10,000 രൂപ വെച്ച് എല്ലാ മാസവും സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് നേരിട്ട് വന്ന് ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല. വേണ്ടതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും എൻ്റെ അമ്മയ്ക്ക് തുല്യമായ എൻ്റെ മൂത്ത സഹോദരി ഒന്ന് ചിന്തിച്ചില്ലല്ലോ, ഒരു 5 സെന്റ് വസ്തു എനിക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇങ്ങനെയാ, ആഗ്രഹങ്ങൾ പലപ്പോഴും ദുരാഗ്രഹങ്ങളായി. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നത് ദുരാഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ? ഇവിടെ പറയുകയാണ്, അവരിൽ മിക്കവേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി മാറിയിരിക്കുന്നു, ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ് എല്ലാ ആഴ്ചയിലും, നോമ്പെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷേ ഹൃദയത്തിന്റെ കോണിൽ ദുരാഗ്രഹങ്ങൾ, വേണ്ടാത്ത ആഗ്രഹങ്ങൾ, മലിനമായ മോഹങ്ങൾ വെച്ചുകൊണ്ട് എത്ര വാവൊളിച്ചാലും ദൈവം പ്രസാദിക്കുകയില്ല. ഇവിടെ പറയുക പൗലോസ്ലീഹ, അവർ മിക്കവേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം? 27-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ
ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. പ്രിയമുള്ളവരെ, നമ്മൾ ഭവനത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഒരുങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ ആരാധനയ്ക്കായി, വിശുദ്ധ കുർബാനയ്ക്കായി, വചന കേൾവികൾക്കായി നാം കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഈ കബറിടത്തിൽ നിരത്തി വെക്കുവാൻ ഒത്തിരി പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു വാക്യം കടന്നു വന്നിട്ടുണ്ടോ? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ? യഹോവയുടെ മനോഹരത്വം കാണുവാൻ. നമ്മുടെ ഇന്നയോളമുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവമേ, സൃഷ്ടാവായ ദൈവമേ, പരിപാലകനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ രക്തമൊഴുക്കിയ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവമേ, നിന്നെ ഒന്ന് മുഖാമുഖം കാണുവാനുള്ളൊരു ആഗ്രഹം ഈ എളിയ മനസ്സിലുണ്ട്. ആരെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ ദൈവത്തോട് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് കാണണം, അവൻ്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിക്കണം. ഇവിടെ പറയുക, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അതെ, ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുന്നവരായി നാം മാറേണ്ടിയിരിക്കുന്നു. ആധുനിക ലോകത്ത് മനുഷ്യരെല്ലാം ദുഃഖിക്കേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങ് ദുഃഖിക്കുകയാണ്. പക്ഷേ ദുഃഖിക്കേണ്ട കാര്യങ്ങളിൽ ആർക്കും എന്തില്ല? ഒരു ദുഃഖവുമില്ല. എല്ലാവരോടും ചോദിച്ചാലും അച്ഛാ, സങ്കടങ്ങൾ ഏറെയുണ്ട്, ദുഃഖങ്ങൾ ഏറെയുണ്ട്. പക്ഷെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പല കാര്യങ്ങളും ദുഃഖിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ദുഃഖിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അതിലൊന്നും ആർക്കും ഒരു ദുഃഖവുമില്ല. അതാണ് ആധുനിക ലോക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഇന്നത്തെ യുവജനങ്ങളുടെ മറ്റു കാര്യമെടുത്താലും ഏറ്റവും വലിയ പ്രശ്നം എന്താ? വിഷണ്ണനായ ആളുകൾ പറയും, ഇന്നത്തെ യുവജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാത്തതോ, അവരുടെ മോഹങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാത്തതോ ഒന്നുമല്ല. അവർക്ക് എന്ത് ആഗ്രഹിക്കണമെന്ന് ഒരു ചിന്തയുമില്ല. ഞങ്ങൾ ദൈവസന്നിധിയിൽ എന്താഗ്രഹിക്കണം? എൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ? ഇങ്ങനൊരു ചിന്ത ആധുനിക ലോകത്തിൽ എങ്ങുമില്ല. നമ്മൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട്, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ഇഷ്ടമുണ്ട്, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ആഗ്രഹമുണ്ട്, അതിനോട് സമരസപ്പെടുന്നതാണോ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെ പറയുന്നു, അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, കാരണം അവർ മോഹിച്ചതുപോലെ നമ്മളും ദുർമോഹികൾ ആകരുത്. 2, അതിൻ്റെ 7-ാമത്തെ വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഈ വാക്യം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് അതിൻ്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ, ആത്മീയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്, ആത്മീയ രഹസ്യങ്ങളെ നാം നിസ്സാരവൽക്കരിക്കരുത്. നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ദൈവാലയങ്ങൾ, നമുക്കറിയാം, വിശുദ്ധ കുർബാനയിലേക്ക് നാം കടന്നു വരുമ്പോൾ വലിയ ഒരുക്കവും വലിയ സമർപ്പണവും ഒക്കെയാണ്, അല്ലേ? ഞായറാഴ്ചകളിലൊക്കെ വളരെ ഒരുക്കത്തോടും ഭവ്യതയോടും സമർപ്പണത്തോടും ഒക്കെയാണ് നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഈ കടന്നു വരുന്ന വ്യക്തി അതേ ദേവാലയത്തിൽ 11:30 മണിക്കൊരു കല്യാണമുണ്ടെങ്കിൽ, ഒരു വിവാഹമുണ്ടെങ്കിൽ, ഈ ആള് വീട്ടിൽ ചെന്ന് സ്ത്രീകളാണെങ്കിൽ 50,000-ൻ്റെയും 75,000-ൻ്റെയും ഒക്കെ സാരിയൊക്കെ ഉടുത്ത്, പുരുഷന്മാരാണെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങൾ, ജുബയാണെങ്കിൽ ജുബ, സൂട്ടാണെങ്കിൽ സൂട്ട്, കോട്ടാണെങ്കിൽ കോട്ട്, ഇതൊക്കെ ഇട്ട് ഈ ദേവാലയത്തിലേക്ക് ഒന്ന് മടങ്ങി വരും. ഏതാണ്ട് 1.5 മണിക്കൂറിന് മുമ്പ് ഈ ദേവാലയത്തിലേക്ക് വന്ന് പോയ മനുഷ്യന്റെ ഒരു ഭാവമല്ല ഒരു കല്യാണത്തിനോ ഒരു മാമോദീസായിക്കോ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക്, ചടങ്ങുകൾക്ക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഈ വ്യക്തിയുടെ ഭാവം എന്ന് പറയുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റോളം ഉള്ളതാണ് ഓർത്തഡോക്സ് സഭകളുടെ വിവാഹ ശുശ്രൂഷകളൊക്കെ. വിശുദ്ധ കുർബാനയിൽ എപ്പോഴും നടുവയ്യ, മുട്ടുവയ്യ എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇരിക്കുന്ന ആൻറ്റിമാരും സഹോദരിമാരും അച്ചായന്മാരും വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഫുൾ ടൈം അവർ ഇരിക്കുകയില്ല. പിന്നെന്ത് ചെയ്യും? അവർ നിൽക്കും. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞ, അച്ഛാ 50,000-ൻ്റെ സാരി നനയ്ക്കാൻ പറ്റുകയില്ല, ഇത് ഇട്ടോണ്ട് എങ്ങനെയാ ഇരിക്കാൻ പറ്റുക? ഇരുന്നാൽ എന്ത് ചെയ്യും? ഇത് ചുളുങ്ങിപ്പോകും. പ്രിയമുള്ളവരെ,
വിശുദ്ധ കുർബാനയിൽ ഫുൾ ടൈം എന്തുവാ? ഇരിക്കുകയാ. മുട്ടുവയ്യ, നടുവയ്യ, കാലുവയ്യ, വേദനയാ, പെരുത്ത് കയറുന്നു. പക്ഷേ വിവാഹ കൂദാശി നിൽക്കുന്ന അതേ വ്യക്തിക്ക് 1.5 മണിക്കൂറിന് ശേഷം കടന്നു വരുമ്പോൾ മുട്ടുവേദനയുമില്ല, കാലുവേദനയുമില്ല. ദേവാലയത്തിൽ വരാൻ മുട്ടുവേദനയാ. പക്ഷേ 3 വണ്ടി കയറി റാന്നിയിലോ കോന്നിയിലോ എറണാകുളത്തോ എവിടെ കല്യാണത്തിന് പോകുവാനും ഒരു മുട്ടുവേദനയുമില്ല, ഒരു കാലുവേദനയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ സ്ഥലങ്ങളെ, ആത്മീയ കാര്യങ്ങളെ, ആത്മീയ കൂദാശകളെ പലപ്പോഴും നാം എന്ത് ചെയ്യുക? നിസ്സാരവൽക്കരിക്കുകയാണ്. നാം ആരാധിക്കുന്ന സ്ഥലത്തെ, നാം ആരാധിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ദൈവം ആരാണ്? ദിനവൃത്താന്ത പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വേദഭാഗമാ. ശലോമോൻ യഹോവയ്ക്ക് ഒരാലയം പണിതു. എന്നിട്ട് ശലോമോൻ ആ ദേവാലയത്തെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുകയാണ്, കൂദാശ ചെയ്യുകയാണ്. കൂദാശയൊക്കെ കഴിഞ്ഞപ്പോൾ യഹോവയായി ദൈവം ശലോമോനോട് പറഞ്ഞു, ശലോമോനെ, ദേശത്ത് മഹാമാരിയോ പിന്നെ വെട്ടുക്കിളിയോ മറ്റെന്തെങ്കിലും ക്ഷാമമോ മറ്റെന്തെങ്കിലും പ്രയാസമോ നിനക്ക് കടന്നു വരുമ്പോൾ നീ എവിടെ വരണം? ദേവാലയത്തിലേക്ക് വരണം. നീ ദേവാലയത്തിലേക്ക് വരണം. എന്നിട്ട് ശലോമോനോട് പറഞ്ഞു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് അവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇത് ശലോമോന് കൊടുത്തൊരു ഉറപ്പാണ്. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോന് കൊടുക്കുന്നൊരു ഉറപ്പാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ഞാൻ നിങ്ങളും ആരാണ്? ദൈവനാമത്തിൽ അറിയപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നവരുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് സൗഖ്യം വരുത്തുന്ന അല്ല പറഞ്ഞ, പിന്നെയോ നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന, നാം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ദേശത്തിനാ വിടുതൽ, നമ്മുടെ ദേശത്തിനാ സൗഖ്യം. അപ്പൊ ആത്മാർത്ഥമായി ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നത്, മറിച്ച് ഇതാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ രഹസ്യം. വ്യക്തിപരമായിട്ടിന് അപ്പുറമായി ഒരു ദേശം മുഴുവൻ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കപ്പെടുകയാണ്. എന്നിട്ട് ശലോമോനോട് മറ്റൊരാളോട് പറഞ്ഞു, അതിൻ്റെ 15-16 വാക്യം, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 15-16 എന്താണെന്നറിയാമോ? ശലോമോനോട് പറയുക, എൻ്റെ കണ്ണും പിന്നെ എൻ്റെ കാതും എൻ്റെ ഹൃദയവും അവിടെയുണ്ട്. എവിടെയുണ്ട്? ഈ ദേവാലയത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നാം മാമോദീസ മുങ്ങിയ, നാം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ ആലയമായി കൂദാശയപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന നമ്മുടെ ആലയത്തിൽ എന്തുണ്ട്? ആ ബലിപീഠത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ കാതുണ്ട്, ദൈവത്തിന്റെ ഹൃദയമുണ്ട്. ഇത് മൂന്നും ഒരുമിച്ച് സമ്മേളിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ബലിപീഠം. ആ ദൈവത്തിന്റെ ബലിപീഠമുള്ള ആ ദേവാലയത്തിലാണ് നാം വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുന്നത്, വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്, വിവാഹ കൂദാശയ്ക്കായി കടന്നു വരുന്നത്, സംസ്കാര ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്, മാമോദീസ കൂദാശയ്ക്കായിട്ട്. എന്തിന്? നമ്മുടെ ഇടവക പൊതുയോഗം കൂടുന്നതും എവിടെയാണ്? ഈ ദേവാലയത്തിലാണ്. പക്ഷെ ഈ ഒരു ബോധ്യത്തിലാണോ നാം ആരാധിക്കുന്നത്? നാം കൂദാശകളിലേക്ക് കടന്നു വരുന്നത്, പൊതുയോഗങ്ങളിലേക്ക് കടന്നു വരുന്നത്? പക്ഷെ ഈ 3 സ്ഥലവും, ഈ ഏതെല്ലാം കാര്യത്തിന് നാം കടന്നു വരുന്ന സ്ഥലം, ആ സ്ഥലമെല്ലാം ഒന്നു തന്നെ. പക്ഷേ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ രൂപത്തിനും നമ്മുടെ ഭാവത്തിനും അല്ലേ വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത് പോലെയാണോ നാം പൊതുയോഗത്തിൽ ഇരിക്കുന്നത്? പക്ഷെ രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാ. പക്ഷെ നിൽക്കുന്ന സ്ഥലത്തെ പറ്റി പലപ്പോഴും നമുക്ക് എന്തില്ല? ബോധ്യമില്ല. നാം ആയിരിക്കുന്ന സ്ഥലത്തെ പറ്റി നമുക്ക് ബോധ്യമില്ല. ഇവിടെ പറയുക ശലോമോനോട്, ശലോമോനെ, എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ ഹൃദയവും എവിടെയുണ്ട്? ഈ ബലിപീഠത്തിലുണ്ട്, ഈ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ ദൈവം കാണാതെ പോകുകയില്ല, നമ്മുടെ വേദനകൾ ദൈവം കാണാതെ പോകുകയില്ല. അങ്ങനെ കാണാതെ പോയി എന്ന് ആരെങ്കിലും ദൈവത്തോട് കലഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിന്റെ കുഴപ്പങ്ങളാണ്. ഇവിടെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ രഹസ്യങ്ങൾക്ക്, ആത്മീയ ഇടങ്ങൾക്ക് കൊടുക്കേണ്ട വില
നാം കൊടുക്കാത്തത് കൊണ്ട് നമ്മളിൽ മിക്കപേരിലും ആര് പ്രസാദിക്കുന്നില്ല? ദൈവം പ്രസാദിക്കുന്നില്ല. ഇത് നമ്മുടെ കുഴപ്പമാണോ ദൈവത്തിന്റെ കുഴപ്പമാണോ? നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി വിശദമായി ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം എന്നിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല? അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ കുറച്ചുകൂടി നിഷ്ഠകൾ അനിവാര്യമുണ്ട്. കുറച്ചുകൂടി ജീവിതത്തിൽ ഒരാഴപ്പെടൽ അനിവാര്യമുണ്ട്. മൂന്നാമതായി ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. മൂന്നാമതായി ദൈവം പ്രസാദിക്കാത്തതിന്റെ മൂന്നാമത്തെ കാരണം ഇവിടെ പറയുക, നിങ്ങളിൽ മിക്ക പേരും ആരാണ്? വിഗ്രഹാരാധികളാണ്. ഈ വിഗ്രഹാരാധികൾ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ, അതിനൊരു അർത്ഥശോഷണം ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, എന്താണ് വിഗ്രഹം? കല്ലോ മണ്ണോ പ്രതിമയോ ഒന്നുമല്ല. ഞാൻ പറയും, യേശു ക്രിസ്തുവിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെ സ്ഥാനം കൊടുക്കുന്നുവോ അതെല്ലാം എന്താ? വിഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ എന്തിനൊക്കെ വില കൊടുക്കുന്നുവോ, എന്തിനൊക്കെ മാന്യത കൽപ്പിക്കുന്നുവോ, എന്തിനൊക്കെ മുഖ്യസ്ഥാനം കൊടുക്കുന്നുവോ അതെല്ലാം എന്താണ്? വിഗ്രഹങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുക, അവരിൽ മിക്ക പേരും വിഗ്രഹാരാധികളായിരിക്കുന്നു. മൂന്നാമതായി നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ദൈവവചനം പോലും ചില സമയങ്ങളിൽ വിഗ്രഹവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു അമ്മ എന്നോട് പറഞ്ഞ, അച്ഛാ, എൻ്റെ മോളുടെ കുഞ്ഞ് അങ്ങ് വല്ലാണ്ടങ്ങ് കരയുക, പ്രസവിച്ച് വീണ് 56 ആയിട്ടില്ലാണ്ട് 48 ദിവസമേ ആയുള്ളൂ. അവളെപ്പോഴും കരച്ചില്ല, പെൺകുഞ്ഞാണ്, എപ്പോഴും കരച്ചില്ല. അതുകൊണ്ട് അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഞാൻ ആ റൂമിലേക്ക് കടന്നു ചെന്നു. കടന്നു പറഞ്ഞാ, വേദപുസ്തകം എടുത്ത് തലണയുടെ കീഴി വെച്ചിട്ടും കൊച്ചിന്റെ കരച്ചിൽ എന്ത് ചെയ്യുന്നില്ല? നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, വേദപുസ്തകം തലയണയുടെ കീഴിൽ വെച്ച് കൊച്ചിന്റെ കരച്ചിൽ നിർത്താനുള്ള ഒരു ഉപാധിയല്ല. ഞാൻ പറഞ്ഞ, ആ വേദപുസ്തകം എടുത്ത് ഈ കുഞ്ഞിനെ കേൾക്കെ 1-2 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ചു കേൾക്ക്. 27, 84, 91 അങ്ങനെ മനോഹരമായ സങ്കീർത്തനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതൊക്കെ ആ കുഞ്ഞിനെ കേൾക്കെ ഒന്ന് വായിച്ചു കൊടുക്ക്. കുറെ കേട്ട് കഴിയുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ തന്നെ അങ്ങ് നിർത്തും. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈ വേദപുസ്തകം സിബിട്ട് അടച്ച് തലണയുടെ കീഴിലിരുന്നാൽ ഈ വേദപുസ്തകം എന്താ? ഒരു വിഗ്രഹമാണ്. അത് തുറന്നു വായിച്ചാൽ അത് നമുക്ക് എന്താ? ആശ്വാസമാ, സൗഖ്യമാ, സമാധാനമാ. സമാധാനത്തിനും ആശ്വാസത്തിനും ഉള്ള വകയെല്ലാം എവിടെയുണ്ട്? നമ്മുടെ കയ്യിലുണ്ട്. ഈ 66 പുസ്തകത്തിലുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യുക? വളരെ ഭദ്രമായിട്ട് സിബിട്ട് വളരെ പവിത്രമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, രാവിലെയും വൈകിട്ടും വേദപുസ്തകം തുറന്നു വായിക്കുന്ന എത്ര കുടുംബങ്ങൾ ഈ സഭയിലുണ്ട്? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. എന്തിന്? ഒരു നേരമെങ്കിലും, ദിവസം ഒരു നേരമെങ്കിലും വേദപുസ്തകം കൃത്യമായി വായിക്കുന്ന എത്ര ഭവനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്? അപ്പൊ നിങ്ങൾ പറയും, എൻ്റെ അച്ഛാ, എനിക്ക് കണ്ണ് കാണുകയില്ല. വീട്ടിൽ കണ്ണ് കാണുന്നവരുണ്ടല്ലോ, അവരെ കൊണ്ട് വായിപ്പീര്. നിങ്ങൾ വായിച്ചു കേൾക്ക്. നിങ്ങൾ വായിക്കണ്ട, കണ്ണ് കാണത്തില്ലെങ്കിൽ വായിക്കണ്ട. എനിക്കും ഇത് ഊരിയെ കാണുകയില്ല, അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കണ്ണ് കാണത്തില്ലെങ്കിൽ കണ്ണ് കാണുന്നവർ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ട് വായിച്ച് നമുക്ക് കേൾക്കാമല്ലോ. ഇന്ന് ദൈവവചനം പോലും വിഗ്രഹവൽക്കരിക്കപ്പെടുക. എസെക്കിയേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിന്റെ മർമ്മങ്ങളെ പറ്റി അവിടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുള് തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു കാര്യം അവിടെ ചിന്തിക്കണം. ദൈവവചനം സംസാരിക്കുന്നവർ തങ്ങളുടെ സംഭാഷണങ്ങളിൽ, ദൈവവചനം ധ്യാനിക്കുന്നവർ, ദൈവവചനം വായിക്കുന്നവർ, ദൈവവചനം പഠിക്കുന്നവർ തങ്ങളുടെ സംഭാഷണങ്ങളിലും അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവവചനം വായിക്കുന്നവർ, ദൈവവചനം പഠിക്കുന്നവർ, ദൈവവചനം ധ്യാനിക്കുന്നവർ മറ്റുള്ളവരോട് സംഭാഷിക്കുമ്പോഴും അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ അവരുടെ സംഭാഷണങ്ങൾ ഉണ്ടാകണം. ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായു തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്നുവാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി
ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. നാം കൈകാര്യം ചെയ്യുന്ന ദൈവവചനം തേൻ പോലെ മധുരമായി നമുക്ക് ഭവിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, അത് ആവേശത്തോടെ നിർബന്ധത്താൽ അരുത്, ആവേശത്തോടെ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ ദൈവവചനം കൈകാര്യം ചെയ്യുന്നവരെ ദൈവവചനത്തിൽ നിന്ന് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതയാത്രയിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, ക്രിസ്തുവിനെ കളുപരിയായി നമ്മുടെ ജീവിതത്തിൽ, അത് മക്കൾക്കാകാം, ഭാര്യയ്ക്കാകാം, ഭർത്താവിനാകാം, കൂടപ്പിറപ്പുകൾക്കാകാം, സുഹൃത്തുക്കൾക്കാകാം, ആർക്കും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനൊക്കെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവോ, അധികാരം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, എന്തിനൊക്കെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവോ അതെല്ലാം വിഗ്രഹവൽക്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം. ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് അനിവാര്യമാണ്. ആദ്യ നൈർമല്യങ്ങളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം, അവയോട് യാത്ര പറയണം. ജീവനുള്ള ക്രിസ്തുവിനെ, ജീവനുള്ള ദൈവത്തെ നാം മറന്നു പോകരുത്. 16 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, 16 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തെ മറക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വർദ്ധിക്കുവാൻ കാരണമാകും. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും എന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആധുനിക ലോകത്തിൽ പലപ്പോഴും മതേതരത്വത്തിൻ്റെ പേരില്, മതമൈത്രിയുടെ ഒക്കെ പേരില് പലപ്പോഴും ആത്മീയ രഹസ്യങ്ങൾ വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന, പൗരസ്ത്യ ആധ്യാത്മികത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ മതമൈത്രിയുടെ പേരിൽ, മതേതരത്തിന്റെ പേരിൽ നമ്മുടെ മുൻപിൽ ആത്മീയതയുടെ പ്രച്ഛന്ന വേഷങ്ങൾ അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസം, നാം ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസം, പൗരസ്ത്യ ആധ്യാത്മികതയുടെ മർമ്മങ്ങൾ, ഒരിക്കലും അതിന് അശുദ്ധി വരുത്തുന്ന പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അടുത്തതായിട്ട് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ലീഹ കോരിന്ത്യ ലേഖനത്തിലൂടെ പറയുകയാണ്, അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. നാലാമതായി, അവരിൽ ചിലർ പരസംഗം ചെയ്തു. അവരിൽ ചിലർ പരസംഗം ചെയ്തു. എന്താ ഈ പരസംഗം? പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 34 അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മോശ തന്നെ എഴുതിയിട്ടിട്ടുണ്ട് എന്താണ് പരസംഗമെന്ന്. 34 അധ്യായം, അതായത് ഇസ്രായേൽ ജാതി അവർ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ അവർ കൂടിക്കലർന്ന് ജീവിച്ചു. കനാന്യര്, ഹിത്യര്, പെരീസ്യര്, യബൂസ്യര്, ഇങ്ങനെയുള്ള നാനാ തുറയിൽ ആയിരിക്കുന്ന വിവിധ ജാതികളോട് കൂടിക്കലർന്ന് അവർ ജീവിച്ചു. അവർ കൂടിക്കലർന്ന് ജീവിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ പല ആത്മീയ കാര്യങ്ങളും, അവരാത്മീയമെന്ന് കരുതുന്ന പലതും തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ പകർത്തി എഴുതി. അവിടെ പറയുന്നുണ്ട്, അവർ കൂടിക്കലർന്ന് ജീവിച്ചു. അങ്ങനെയായപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് തുണകളെ കണ്ടെത്താൻ തുടങ്ങി. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ തലമുറയിലും ഇതൊക്കെ തന്നെയാണ്. പഠിക്കുവാൻ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ ചില ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അത് ഏത് ജാതിയാണോ, ഏത് മതമാണോ, ഏത് അവസ്ഥയിൽപ്പെട്ടവരാണോ ഒരു ചിന്തയുമില്ല. അങ്ങനെ അവസാനം മാതാപിതാക്കൾ ധർമ്മസങ്കടത്തിലാകുന്ന ചില അനുഭവങ്ങളുണ്ട്. കാരണം എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയപ്പോൾ അവരുടെ വളർച്ചയുടെ പടവുകളിൽ യഥാർത്ഥ ദൈവത്തെ കാട്ടിക്കൊടുക്കുവാൻ, യഥാർത്ഥ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ആ നിഷ്ഠയോട് ചേർത്ത് വെക്കുവാൻ വേർതിരിവുകളും വ്യതിരക്തതകളും വൈജാത്യങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ ചില ഉൽപ്പന്നങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആത്മീയതയെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ തലത്തൊടുന്നവരാണല്ലോ, കുഞ്ഞുങ്ങളെ തലത്തൊടുന്നവരാ. തലത്തൊടുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ സഭയുടെ സത്യവിശ്വാസം ഞാൻ പഠിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞുങ്ങളെ തലത്തൊടുന്നത്. എനിക്കറിയാം, ചിലരൊക്കെ ഈ തലത്തൊടുവാൻ കൊടുക്കുന്ന അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ 10-20 വർഷമായി മിണ്ടാതിരിക്കുന്ന കൂടപ്പറപ്പുകൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്തിൻ്റെ പേരില്ല?
ഞാൻ അവൻ്റെ കുഞ്ഞിനെ തലത്തൊടാനുള്ള അവകാശം എനിക്കാ, പക്ഷെ കൊടുത്തില്ല. കൊടുക്കാത്തതിൻ്റെ പേരിൽ ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്ന, വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന കൂടപ്പിറപ്പുകളെ എനിക്കറിയാം. ഭയങ്കര നമുക്കെല്ലാം വലിയ ആഗ്രഹമാണ് തലത്തൊടുവാൻ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? തലത്തൊടുക എന്ന് പറഞ്ഞാൽ ഞാൻ സഭയുടെ സത്യവിശ്വാസത്തിൽ, ദൈവവചനത്തിൽ ക്രിസ്തു ബന്ധിതമായി ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ, ഒരു സമർപ്പണത്തിന്മേലാണ് അത് അനുവദിക്കുന്നത്. പ്രിയമുള്ളവരെ, തലത്തൊട്ടിരിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ആ കുഞ്ഞ് വളർന്നു വരുന്ന ഏതെങ്കിലും ഒരു നിമിഷങ്ങളിൽ എന്നെങ്കിലും ആ കുഞ്ഞിൻ്റെ പോക്ക് കണ്ടിട്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ വ്യതിരക്തതകൾ കണ്ടിട്ട് അവൻ ആത്മീയതയിൽ നിന്ന് അകന്നു മാറുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, കുഞ്ഞെ നീ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ വ്യക്തിയാ, നീ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാ, നീ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ച വ്യക്തിയാ. തലത്തൊട്ടിരിക്കുന്നവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആ കുഞ്ഞിനോട്, ആ വളർന്നു വരുന്ന തലമുറയോട് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം. സഭയുടെ സത്യവിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്നുള്ള ഉറപ്പിന്മേൽ, ആ ഒരു പ്രതിജ്ഞയുടെ മേലാണ് ആ ഉത്തരവാദിത്വം സഭ നമ്മളെ ഏൽപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും വളർന്നു വരുന്ന തലമുറ താന്തോന്നികളായി മാറ്റപ്പെടുമ്പോൾ അവരെ നേർവഴിക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അപ്പനെയും അമ്മയെപ്പോലെ ആർക്കുണ്ട്? തലത്തൊടുന്നവർക്കുമുണ്ട്. അത് മറന്നു പോകരുത്. ഉത്തരവാദിത്വങ്ങൾ, നിയോഗങ്ങൾ ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അടുത്തതായി പൗലോസ് ലീഗ പറയുക, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മാമോദീസ ഏറ്റവരാണ്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ആത്മീയ രഹസ്യങ്ങളോട് ഇടപഴകുന്നവരാണ്. പക്ഷേ എങ്കിലും മിക്കവേരിലും ദൈവം പ്രസാദിച്ചില്ല. അഞ്ചാമതായി അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അഞ്ചാമത്തെ കാരണം അവിടെ പറയുക, ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിച്ചതാര്? ദൈവത്തെ പരീക്ഷിച്ചതാര്? സാത്താനാണ്. സാത്താൻ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണല്ലോ നമ്മൾ 40-ാം വെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നോമ്പിലൊക്കെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ആത്മീയ പാഠത്തിന്റെ ആ അനുഭവങ്ങളെല്ലാം അതാ. കർത്താവ് നോമ്പ് നോറ്റിറങ്ങി വരുമ്പോൾ സാത്താൻ, പ്രലോഭകൻ, പിശാച് അവനെ പ്രലോഭന താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് അതിനെതിരെ ശക്തമായി നമ്മൾ നോമ്പെടുക്കണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിത അനുഭവങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ നാം ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ? ദൈവത്തെ തോൽപ്പിക്കുന്നവരായി ഞാൻ നിങ്ങൾ മാറിയിട്ടുണ്ടോ? മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മലാഖി പ്രവാചന പുസ്തകത്തിലെ അവസാന പുസ്തകമാണ്, പഴയ നിയമ പുസ്തകത്തിലെ അവസാന പുസ്തകമാണ്. അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കാമോ? അങ്ങനെയല്ലേ വാക്യം? ദൈവത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാനാകുമോ? ഒരു ചോദ്യചിഹ്നം കൊടുത്തിരിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ എന്തോ പറയുന്നേ? ദശാംശത്തിലും വഴിപാടുകളിലും നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നു, ദൈവത്തെ തോൽപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിത അനുഭവങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി, ദൈവത്തെ തോൽപ്പിക്കുന്നവരായി. അങ്ങനെ ദൈവത്തെ തോൽപ്പിക്കുവാൻ പറ്റുമോ? അങ്ങനെ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? പ്രവാചകൻ ചോദിക്കുക, ഒരു ചോദ്യചിഹ്നമാണ്. ദൈവത്തെ തോൽപ്പിക്കുവാനാകുമോ എന്ന് അവിടെ ദൈവത്തോട് ചോദിക്കുകയാണ്. വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ദൈവത്തെ പിശാച് മനസ്സിലാക്കിയിരിക്കുന്ന തമ്മിൽ ഒത്തിരി വ്യത്യസ്തതയുണ്ട്, ഒത്തിരി വ്യതിരക്തതയുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ അവിടെ 2:10 പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എങ്ങനെയാ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? അങ്ങനെയല്ലേ വാക്യം? 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അടുത്ത വാക്യം വിറയ്ക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യത്തിൽ നമ്മളും പിശാചും ഏതാണ്ട് ഒരുപോലെയാ. നമ്മളും ആരാ? ഏക ദൈവ വിശ്വാസികളാ.
പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഇതെന്റെ കൈനിട്ട് പറയുന്നതല്ല. യാക്കോബ് ശ്ലീഹ പറയും 2:19 പറയുക, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ. അടുത്ത വാക്യത്തിൽ എന്താണ്? അവർ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വിറയലുണ്ടാകുന്നു. നമുക്ക് ദൈവം എന്ന് കേൾക്കുമ്പോൾ വിറയലുണ്ടോ? നമ്മൾ വിറയ്ക്കണമെങ്കിൽ ഒരു 104 ഡിഗ്രി പനിയെങ്കിലും നമുക്ക് വരണം. ഈ ദേവാലയത്തിൻ്റെ ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരു ഭയം, ഓരോ ആരാധനയിലും ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. എല്ലാ ആരാധനയിലും നമ്മൾ ചൊല്ലുന്നുണ്ട്. പക്ഷെ എത്ര പേർ ഭയത്തോടും വിറയലോടും ആത്മീയ കാര്യങ്ങളോട്, ആത്മീയ രഹസ്യങ്ങളോട്, ആധ്യാത്മിക നിഷ്ഠകളോട് ഇടപഴകുമ്പോൾ എത്ര പേർക്ക് ഈ ഭയമുണ്ട്? നമ്മളോട് തന്നെ ചോദിക്കുകയാ. ഇവിടെ പറയുക, ദൈവത്തെ പരീക്ഷിക്കരുത്. സാത്താന്റെ കുടുക്കിൽ നമ്മുടെ തലമുറ അകപ്പെട്ടു പോയി. വിക്ടർ ഹ്യൂഗോ എഴുതുന്ന പാവങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തില് വിക്ടർ ഹ്യൂഗോ എഴുതുന്നുണ്ട്, സാത്താന്റെ കുടുക്കിൽ നമ്മുടെ തലമുറ അകപ്പെട്ടു പോയി. അദ്ദേഹം പറയുകയാണ്, എന്നെ ഏറെ വേദനപ്പെടുത്തുന്ന കാഴ്ച വിശന്ന് മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖമല്ല. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ വരികളാണ്. എന്നെ ഈ ലോകത്തിൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന കാഴ്ച വിശന്ന് കിടക്കുന്ന, മരിച്ചുപോയി കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖമല്ല. ഇതിലും അപ്പുറമായി എന്നെ വേദനിപ്പിക്കുന്നത് അറിവ് കിട്ടാതെ മരിക്കുന്ന തലമുറ. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർത്തു, സംസ്കാരത്തിന്റെ വെളിച്ചം കിട്ടാതെ കടന്നു പോകുന്ന തലമുറ. വല്ലതും പിടികിട്ടിയോ? ദൈവവചനത്തിന്റെ വെളിച്ചം കിട്ടാതെ, ആത്മീയ സംസ്കാരത്തിന്റെ വെളിച്ചം കിട്ടാതെ കടന്നു പോകുന്ന തലമുറയാണ് എന്നെ ഏറെയും വേദനപ്പെടുത്തുന്ന കാഴ്ചകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയോർത്ത് ഒരു ഭാരം നമുക്കുണ്ടോ? നമ്മുടെ തലമുറയോർത്ത് ഇറ്റ് കണ്ണുനീർ വീഴ്ത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്താണ്? വെളിച്ചം കിട്ടാതെ, ദൈവത്തെ കൊടുക്കുവാൻ, ദൈവത്തെ കിട്ടിയിട്ടും തിരിച്ചറിയാതെ കടന്നു പോകുന്ന തലമുറ. അതാണ് വിക്ടർ ഹ്യൂഗോ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. വെളിച്ചം കയറാത്ത ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. ഈ കാലയളവിൽ എന്നിലും നിങ്ങളിലും ദൈവം വന്ന് പെയ്തിറങ്ങണം. വെളിച്ചമായി, മഴയായി, കൃപയായി ദൈവം പെയ്തിറങ്ങണം. ദൈവത്തെ തിരിച്ചറിയുന്നവരായി, ദൈവത്തെ മനസ്സിലാക്കുന്നവരായി, നാം ആരാധിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കി നാം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അവസാനം ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ ചിന്തയിൽ അവിടെ കാണുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യം, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. അടുത്തൊരു വാക്യം കൊണ്ട്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഈ വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ലോകാവസാനം വാതിക്കലെത്തിയിരിക്കുന്നു. ഇനി അധിക നാളുകളില്ല. എത്ര നാള് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും നമുക്ക് നിഷ്ഠയില്ല. നമ്മൾ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് പറയുകയാണ്, അവർ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായി മാറും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പിറുപിറുക്കുന്നത്? എന്തുകൊണ്ടാണ് പിറുപിറുക്കുന്നത്? ഞാൻ പറയും, സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് പിറുപിറുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറക്കെ പറയത്തില്ല, പതുക്കെ പറയും. പിറുപിറുക്കുന്നവരായിട്ട് മാറും. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കിട്ടിയ ഭാര്യമാരിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ഭർത്താക്കന്മാരിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? എന്തിന്? നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? നിങ്ങൾ കയറി ചെന്ന ഭവനത്തിൽ നിങ്ങൾക്ക് ആ ഭവനത്തിൻ്റെ ഓർത്തുള്ള സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടോ? പലപ്പോഴും നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? ദൈവസന്നിധിയിൽ പരാതികളും പരിഭവങ്ങളും പിറുപിറുപ്പുകളുമായി നാം കടന്നു വരുന്നത്. പൗലോസ് ശ്ലീഹ പറഞ്ഞുണ്ട്, ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവിൻ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ സംതൃപ്തമായി ഒരു ജീവിതം നയിച്ചില്ലെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയില്ല. ഇവിടെ പറയുന്നു, അവർ മേഘത്തിൻ കീഴിലും സമുദ്രത്തിൻ കീഴിലും എന്തോ ഏറ്റു? സ്നാനമേറ്റു. നമ്മളും ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിലും നമ്മളും മാമോദീസ ഏറ്റവരാണ്, സ്നാനമേറ്റവരാണ്.
കർത്താവേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എങ്കിലും നമ്മളിൽ മിക്കപേരിലും ആര് പ്രസാദിക്കുന്നില്ല? ദൈവം പ്രസാദിക്കുന്നില്ല. അതിൻ്റെ 6 ചിന്തകളാണ് നമ്മൾ പങ്കിട്ടുകൊണ്ടിരുന്നത്. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചു, എന്താണ്? അവരിൽ ദുർമോഹികളായിരുന്നു. പ്രിയമുള്ളവരെ, മോഹങ്ങൾ ദുർമോഹങ്ങളായി മാറരുത്. ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി മാറരുത്. അത്യാഗ്രഹങ്ങളായി മാറരുത്. കാപട്യ ഉള്ളിലൊതുക്കി മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കരുത്. അതിനപ്പുറമായി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മോഹങ്ങൾ ദൈവത്തിൻ്റെ മോഹങ്ങളോട്, നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട്, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട്, താദാത്മ്യപ്പെട്ടുകൊണ്ട് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ദൈവത്തെ ഏറ്റെടുക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറണം. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചു, എന്താണ്? ആത്മീയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന, ആത്മീയ രഹസ്യങ്ങൾക്ക് കൊടുക്കേണ്ട വിലകൾ കൊടുക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ തകർക്കുന്നവരായി മാറ്റപ്പെടുകയാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. നാം ആരാധിക്കുന്ന സ്ഥലത്തിൻ്റെ പവിത്രത നാം മനസ്സിലാക്കണം. നമ്മൾ ആരാധിക്കുവാൻ കടന്നു വരുന്ന ബലിപീഠത്തിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും മർമ്മങ്ങളും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടാകണം. മൂന്നാമതായി നമ്മൾ ചിന്തിച്ചു, ആത്മീയ ജീവിതയാത്രയിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരിപൂർണമായി ഉപേക്ഷിപ്പാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് നിങ്ങൾ ഓടുവിൻ. നിങ്ങൾ വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. എന്നിട്ട് അടുത്തത് പറയുക, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായി നാം ഒരേ ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളുമാകുന്നു. നമ്മുടെ ആത്മീയ രഹസ്യങ്ങളെ ആഴമായി ഈ വേദഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന കർത്താവേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ ആലയത്തിലേക്ക്, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലോ എന്ന് പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്ന് അവിടെ വചനത്തിലൂടെ പറയുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം. നാലാമതായി, നമ്മുടെ ആത്മീയ പതനത്തിന് വഴിയൊരുക്കുന്നതാണ് നമ്മുടെ വില കുറഞ്ഞ ചില മതേതരത്വങ്ങളും മതമൈത്രിയുടെ ചില ചിന്തകളും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പതനങ്ങൾ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അഞ്ചാമതായി, ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തെ തോൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. നമുക്കറിയാം, പഴയ നിയമ ഇസ്രായേല് ദൈവത്തിൻ്റെ ആ നാമത്തെ അവര് താഴ്ത്തിക്കെട്ടുവാന്, അവർ തങ്ങളുടേതായ ഒരു നാമം, തങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കുവാൻ അവർ ഒരു വലിയ ഗോപുരം സൃഷ്ടിച്ചു. ഏതാണ്? ബാബേൽ ഗോപുരം. പ്രിയമുള്ളവരെ, ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വന്നു. നാം ദൈവത്തെ തോൽപ്പിക്കുവാൻ കെട്ടിപ്പൊക്കുന്ന ബാബേലുകൾ ദൈവം തകർത്തെറിയും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ചിന്തകളായാലും വിചാരങ്ങളായാലും നാം കെട്ടിപ്പുയർത്തുന്ന സൗധങ്ങളായാലും ദൈവത്തിന് ഹിതകരമല്ല എങ്കിൽ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, അവിടെ കൂടി വന്നവർ ആ ദേശം കത്തി അമരുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു വലിയ പാർട്ടി അവിടെ നടക്കുകയുണ്ടായി. അവിടെ കൂടി വന്ന ഒരു സിനിമാ നടി, ഒരു ഹോളിവുഡ് നടി ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവം ബിഗ് സീറോയാണെന്ന്. ദൈവം ബിഗ് സീറോ വളരെ വൈറലായ ഒരു വീഡിയോയാണ്. പിറ്റേ ദിവസം അതേ സമയത്താണ് കോടികളുടെ ധനവാന്മാർ പടുത്തുയർത്തിയ കോടികളുടെ സൗധങ്ങൾ, 300 കോടിയുടെ വരെ സൗധങ്ങൾ ഒരു രാത്രി കൊണ്ട് കത്തിച്ചാമ്പലായി. നാം മനസ്സിലാക്കണം, ദൈവത്തെ തോൽപ്പിക്കുവാൻ, ദൈവത്തെ പരീക്ഷിക്കുവാൻ നാം പടുത്തുയർത്തുന്ന സൗധങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, അത് ദൈവത്തിന് അഹിതമായി ഉയരുവാൻ ദൈവം ഒരിക്കലും അവിടെ സമ്മതിക്കുകയില്ല. ആറാമതായി, നമ്മുടെ ആത്മീയ ജീവിതയാത്രയിലെ പെറുപെറുപ്പുകൾ, സംതൃപ്തിയില്ലായ്മകൾ നാം അവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ് KC കേശവൻപിള്ള. അദ്ദേഹം പറയുന്നുണ്ട്, പരിശ്രമം ചെയ്യുകിലെന്തും വശത്തിലാക്കുവാൻ കഴിവുള്ള വണ്ണം
ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത്. ഒന്നുകൂടെ പറയാം, പരിശ്രമം ചെയ്യലെന്തിനേയും വശത്തിലാക്കുവാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ ദൈവം പാരിൽ സൃഷ്ടിച്ചത്. അതെ, ദൈവം അപാരമായ സാധ്യതകൾ കുത്തി നിറച്ചാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമുഖത്ത് ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ആരാണ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ നിഷ്ഠകൾ, ആത്മീയ സുഹൃതങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ, അതിൻ്റെ മൂല്യങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ ആത്മീയമായി പരിപോഷിപ്പിക്കുവാൻ, സഭയുടെ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഭയുടെ കൊമ്പുയരുവാൻ സാക്ഷ്യം പകരുന്ന ക്രിസ്തു ബന്ധിതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് പ്രകാരം ഒരവസരം വീണ്ടും ഒരുക്കി തന്ന വന്ദനായ എൽദവച്ചനോടും മാത്തുക്കുട്ടിയച്ചനോടും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ കൂടി ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യും.